ലണ്ടനിലെ ആ സിറ്റി ലൈഫൊക്കെ മറന്നിട്ട് ഇതേപോലെ ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരിട്ട് എല്ലാവരും. നല്ല അടിപൊളി ഒരു ഏരിയയാണ്. ചെറിയൊരു മഴയുണ്ട്, നല്ല റെയിനി ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു മഴയുണ്ട് കൂടെ, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇങ്ങനെ ഒരു കവാടത്തിലൂടെ ഇറങ്ങുന്നത് ഇത്ര നല്ല രസമുണ്ടെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു ചെയറിലൊന്ന് ഇരുന്ന് നോക്കട്ടെ. എന്തായാലും റോപ്പ്, അതായത് ഒരു കയറ് വെച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജിലാണ് നടക്കാൻ പോണത്. അപ്പം എന്തായാലും അഡ്വഞ്ചർ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഭയങ്കര സീനാണ്. കുറേ മുള്ളും ചെടികളൊക്കെ ഉള്ളൊരു വൈക്കൂടിയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ചെറിയ റോഡുണ്ട്, പക്ഷെ ആ റോഡ് നോക്കുന്നില്ല നമ്മൾ. മഴവില്ലുണ്ട് അതിൻ്റെ ഇടയിൽ, നല്ല രസമുള്ള കിട്ടും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റിന് ആകുമ്പോഴത്തേന് ഇത് കടയൊക്കെ അടച്ചു. കടാന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിചാരിച്ചപ്പം ഇതിൻ്റെ ആ കൗണ്ടർ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തൽക്കാലം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോവാം. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, വൺസ് ഇൻ എ ലൈഫ്. Hi guys, welcome back to another video of second day in Northern Ireland. ഹായ് ഗൈസ്, അപ്പോൾ ഡേ 2 ആണ് നോർത്തേൺ അയർലൻഡിൽ. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് ബെൽഫാസ്റ്റ് സിറ്റി സെൻറ്ററിലാണ്. ബെൽഫാസ്റ്റ് സിറ്റി ഹാൾ എന്ന് പറയുന്ന ഇവിടെ ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഊബർ ഡ്രൈവർ കൊടുന്നാക്കി തന്നതാണ്. ഊബർ ഡ്രൈവറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഊബർ ഡ്രൈവർ പക്ക ഐറിഷുകാരനായിരുന്നു. ഞങ്ങൾക്ക് അയാൾ പറയുന്നത് മനസ്സിലാവണില്ല, അയാൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയായിരുന്നു. ഭയങ്കര റിസ്ക്കാണ് ഇവിടുത്തെ ഐറിഷ് സ്ലാങ് എന്ന് പറയുന്നത്. ഐറിഷ് സ്ലാങ് ഭയങ്കര മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സ്ലാങ്ങാണ് അത്. അവരെന്താ പറയുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് 2 ആൾക്കാരായിട്ടാണ് മര്യാദക്ക് സംസാരിച്ചത്. അവരൊക്കെ ഏകദേശം ലണ്ടന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്ലാങ് ഉള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഐറിഷ് സ്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ അവിടുന്ന് കയറിയിട്ട് ഒരു 5 മൈൽ അങ്ങ് എത്ര ഉണ്ടായിരുന്നു ഈ സിറ്റി സെൻറ്ററിലേക്ക്. അപ്പോൾ അത് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നോർത്തേൺ അയർലൻഡിലോട്ട് വരുന്നവർ ഫോണെ ക്യാബ് എന്ന് പറയുന്ന, ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക അതിൻ്റെ ഫോട്ടോ. ഫോണെ ക്യാബ് ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഊബറൊന്നും അധികം ആളുകളും പിക്ക് ചെയ്യുന്നില്ല, ഡ്രൈവേഴ്സ് പിക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം ഊബറിന് തന്നെ ഊബർ ബുക്ക് ചെയ്യാൻ ടൈം കളഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ ഈ ഓണർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളെടുത്ത പ്രോപ്പർട്ടിൻ്റെ ഓണർ തന്നെയാണ് പറഞ്ഞു തന്നത് ഫോണെ ക്യാബ് എന്നുള്ള, ഫോണെ ക്യാബ് ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ബുക്ക് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇനി വരുമ്പോൾ അത് ട്രൈ ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഈ സിറ്റി ഹാളിൻ്റെ ഉൾവശം കാണിച്ചു തരാം, അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബെൽഫാസ്റ്റ് സിറ്റി സെൻറ്ററിൻ്റെ പുറത്തുള്ള വ്യൂ, ഔട്ട് വ്യൂ. കുറേ ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ബസ് എന്ന് പറയുന്നത്, മെയിൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു പിങ്ക് ബസ്സാണ്, പിങ്ക് കളർ ബസ്. പിന്നെ ഇവിടെ ഒരാളുടെ സ്റ്റാറ്റ്യൂ ഉണ്ട്, എന്തോ ഒരു കുരിശൊക്കെ പിടിച്ച് നിൽക്കുന്ന, ആരുടാന്ന് അറിയില്ല. ഇതാണ് സിറ്റി ഹാള്. ഇനി സിറ്റി ഹാളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കി നോക്കാം. ഇതാണ് ബെൽഫാസ്റ്റ് സിറ്റി ഹാളിൻ്റെ ഉൾവശം. ഇവിടെ എന്തോ പ്രോഗ്രാം എന്തോ നടക്കുകയാണെന്ന് തോന്നുന്നു. ഗൈഡൻസ് ആണെന്ന് തോന്നുന്നു, ടൂറിസ്റ്റിനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഭാഗം, കണ്ടോ? ഇങ്ങനെയൊരു സെറ്റപ്പാണ് സിറ്റി ഹാളിൻ്റെ ഉള്ളിലുള്ളത്. എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, your tickets to this gentleman. He'll collect them just as you come to say.
നമ്മൾ ബെൽഫാസ്റ്റ് കാസിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ബെൽഫാസ്റ്റ് കാസിലിൻ്റെ ബസ് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ബസ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ തീം കണ്ടില്ലേ, ഏകദേശം എല്ലാം ഒരു ബ്രിക്ക് കളറിലാണ് എല്ലാ തീമും കാര്യങ്ങളും ഉള്ളത്. പിന്നെ ഇവിടുത്തെ പിങ്ക് ബസ് ഞാൻ പറഞ്ഞത് നേരത്തെ, പിങ്ക് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്ലിങ്ക് മെട്രോ. അപ്പോൾ ഇതിൽ നമുക്ക് ഡേ ടിക്കറ്റ് വാങ്ങാൻ പറ്റും 5 പൗണ്ടിന്. ഒരു ദിവസം അൺലിമിറ്റഡ് ആയിട്ട് എവിടെയും പോകാം 12 മണി വരെ. അപ്പോൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 5 പൗണ്ടിന് എല്ലായിടത്തും ടാപ്പ് ചെയ്യുമ്പോൾ വേറെ 3 പൗണ്ട് വെച്ച് പോകുന്നതിനേക്കാളും നല്ലത് ഈ 5 പൗണ്ടിൻ്റെ ഒരു ഡേ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരൊറ്റ ബസ് കയറിയാൽ മതി കാസിലോട്ട്. അപ്പോൾ കാസിലിനുള്ള ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള വഴി, ഏകദേശം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു വഴി. മരം കൊണ്ടൊരു സിറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഇതാണ് വഴി. നല്ല അടിപൊളി രസമുള്ള വഴി കേട്ടോ. ഇതിങ്ങനെ ഹൈക്ക് ചെയ്ത് കയറണം എന്ന് തോന്നുന്നുണ്ട്. ഇതിങ്ങനെ കയറി പോവുക, എന്നിട്ട് നല്ല മരങ്ങളും അടിപൊളി. ഇതിൻ്റെ ഒരു വൈഡ് വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ചെറിയ ചെറിയ അരുവികളും അതിൻ്റെ സൗണ്ടുകളൊക്കെ കൊണ്ടിട്ട് നമുക്കിങ്ങനെ പോവാം. ലണ്ടനിലെ ആ സിറ്റി ലൈഫൊക്കെ മറന്നിട്ട് ഇതേപോലെ ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരിട്ട് എല്ലാവരും. നല്ല അടിപൊളി ഒരു ഏരിയയാണ്. ചെറിയൊരു മഴയുണ്ട്, നല്ല റെയിനി ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു മഴയുണ്ട് കൂടെ, അടിപൊളിയാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂറിൻ്റെ നടത്തം കഴിഞ്ഞിട്ട് ഒരു നല്ല അടിപൊളി വഴിയിലൂടെ കേട്ടോ നടന്നതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാസിലിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്, ബെൽഫാസ്റ്റ് കാസിൽ. അപ്പോൾ നല്ല രസമുള്ളൊരു സംഭവമാണ്. കയറി നോക്കട്ടെ, കയറി നോക്കിയിട്ട് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ അക്കോമഡേഷൻ നോക്കുന്നവരാണെങ്കിൽ ബെൽഫാസ്റ്റ് സിറ്റി സെൻറ്ററിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി അഥവാ ഔട്ടറിൽ നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഔട്ടറിൽ അത്രയും നല്ല ഏരിയാസാണ്, പീസ്ഫുള്ളാണ്, നല്ല രസമുള്ള ജീവിതമായിരിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊബർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. വേറെ ഏതെങ്കിലും ആപ്സും കാര്യങ്ങളും നോക്കുക, അല്ലെങ്കിൽ കാർ റെൻറ്റിന് എടുക്കാം. ബെൽഫാസ്റ്റിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്സ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും ആരും മറക്കണ്ട. ഇതാണ് കാസിലിൻ്റെ ഫ്രണ്ട് വശം. ഇങ്ങനെയാണ് കാസിൽ എടുക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ളൊരു വ്യൂ കാണിച്ചു തരാം. അതിൻ്റെ എടുത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതാണ് ബെൽഫാസ്റ്റ് കാസിലിൻ്റെ താഴെയുള്ള ഒരു ഭാഗം. അതൊക്കെ നല്ല ഏരിയയാണ്. പിന്നെ താഴെ ചെറിയ ഫൗണ്ടെയിനും ചെറിയ ഗാർഡനൊക്കെ ആയിട്ട് നമ്മൾ വന്ന പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇങ്ങനെ ഒരു കവാടത്തിലൂടെ ഇറങ്ങുന്നത് ഇത്ര നല്ല രസമുണ്ടെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതിൽ 2 വഴിയുണ്ട്. ഇങ്ങനെയുണ്ട്, അങ്ങനെയും പോവാം. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതാണ് ഇതിൻ്റെ വ്യൂ. ഉണ്ടല്ലേ, നല്ല അടിപൊളി ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ക പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഫൗണ്ടെയിൻ വെച്ചിട്ടുണ്ട്. ഇതാണ് കാസലിൻ്റെ ബാക്ക് വശം. കാസലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഈ ഒരു ചെയറിലൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഇനി എന്തായാലും കാസലിൻ്റെ ഉള്ളിലോട്ട് കടന്നു നോക്കാം. ഇതാണ് കാസലിൻ്റെ ഉള്ളിലുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. ഒരു ഓട്ടോമാറ്റിക് ഡോർ ഉണ്ട് കയറുമ്പോൾ തന്നെ. വെൽക്കം ടു ബെൽഫാസ്റ്റ് കാസൽ. ഏത് കാലത്ത് ഉണ്ടാക്കിയതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അത്രയും അടിപൊളി ഇൻറ്റീരിയറും ആർക്കിടെക്ചറൊക്കെയാണ്.
ഫാസൽ കാസിൽ ഓപ്പൺ ആയത് 9th ജൂലൈ 1937 അപ്പോൾ അന്നുണ്ടാക്കിയ ആർക്കിടെക്ചേഴ്സും അന്നുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. പക്ഷേ നമ്മളുള്ളിൽ കണ്ടല്ലോ, ഉള്ള അത്രയും അടിപൊളിയാണ്, അത്രയും സെറ്റാണ്. പുറമാണെന്നുണ്ടെങ്കിലും ഔട്ട് വ്യൂ ആണെന്നുണ്ടെങ്കിലും അത്ര അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ റെനോവേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. എന്നാലും 1937 ഒരു കാസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് കാരക്കറയുടെ ബ്രിഡ്ജാണ്. അപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബസ് എടുത്തിട്ട് യോർക്ക് സ്ട്രീറ്റ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. യോർക്ക് സ്ട്രീറ്റ് സ്റ്റേഷനിൽ നമ്മൾ രണ്ടാളും അതേപോലെ തന്നെ ടാപ്പ് ചെയ്ത് കയറാനുള്ള ഓപ്ഷനുണ്ട്, ടിക്കറ്റ് എടുത്ത് കയറാനുള്ള ഓപ്ഷനുണ്ട്. അത് ഇനി എങ്ങനെയാണ് കയറുന്നതെന്നുള്ളത് നോക്കട്ടെ. ഞങ്ങൾക്ക് ഇവിടുന്ന് ലണ്ടൻ ഡെറി ലൈനാണ് എടുക്കാനുള്ളത്. ലണ്ടൻ ഡെറി അല്ലെങ്കിൽ ഡെറി ലൈൻ എന്ന് പറയുന്ന ലൈനാണ് എടുക്കാനുള്ളത്. യോർക്ക് സ്ട്രീറ്റിൽ നിന്ന് ലണ്ടൻ ഡെറിയിലോട്ടുള്ള ഇത് എടുത്തിട്ടുണ്ട്, ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 18 പൗണ്ടാണ് ഇത്, റിട്ടേൺ അടക്കം. അപ്പോൾ ഡേ റിട്ടേൺ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് കയറാൻ ടിക്കറ്റ് കാർഡ് കാണിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിൽ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യും, കാർഡ് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറാണ് ഞങ്ങൾക്ക് യാത്ര വരുന്നത്. യോർക്ക് സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് 1 മണിക്കൂർ ട്രെയിനിൽ യാത്ര ഉണ്ട്. അവിടുന്ന് പിന്നെ 1 മണിക്കൂർ ബസ്സിലും യാത്ര ഉണ്ട് കാരക്കറയുടെ ബ്രിഡ്ജിലോട്ട് പോകാനുള്ള. അപ്പോൾ ട്രെയിനിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതാണ് അപ്പോൾ ഞങ്ങളിവിടെ കോർലൈനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കോർലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് 402 എന്നുള്ള ബസ് കയറി പോകണം. പക്ഷേ ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടെ പരമാവധി നല്ല രീതിയിൽ തന്നെ നോക്കുക. കോൾറൈനാണ്, കോർലൈൻ അല്ല, കോൾറൈൻ. കോൾറൈനിൽ നിന്ന് നേരെ ഇനി ഞങ്ങൾക്ക് ഡയറക്റ്റ് റോപ്പ് ബ്രിഡ്ജിലോട്ടുള്ള ബസ്സാണുള്ളത്. അത് നേരെ അങ്ങോട്ട് പോയാൽ മതി. അവിടുന്ന് ജസ്റ്റ് ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിലെ പോലെയല്ല, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ അത്യാവശ്യം നടക്കുന്നുണ്ട്. അതായത് കയറുമ്പോൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെക്കിങ്, പിന്നെ അതേപോലെ തന്നെ ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു ചെക്കിങ് ഉണ്ടാവും. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും കളയാതെ തന്നെ സൂക്ഷിക്കുക. അതൊക്കെ തന്നെ പറയാനുള്ളൂ. ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ഗൈസ്, അപ്പോൾ കാരക്കറയുടെ ബ്രിഡ്ജിലോട്ടുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്തത് പിങ്ക് ലൈനിൻ്റെ ബസ്സായിരുന്നു, പിങ്ക് ബസ്സിൻ്റെ ടിക്കറ്റായിരുന്നു ടിക്കറ്റ്. ഇതിന് വേറെ ടിക്കറ്റ് തന്നെ എടുക്കണം. ബ്ലൂ ബസ്സാണ് ഇതുള്ളത്. അപ്പോൾ ഇതിന് ഒരാൾക്ക് 9 പൗണ്ടാണ് റിട്ടേൺ അടക്കം. സിംഗിൾ ടിക്കറ്റ് ഒരു 1 വേ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 പോയിന്റ് സംതിങ് എന്തോ ആവും. അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ റിട്ടേണും കൂടി ആണെങ്കിൽ 9 പൗണ്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ റിട്ടേണും കൂടി എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടി നല്ലത്. അപ്പോൾ ഇതിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ ഒരു യാത്രയും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തും. ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പ് കാരക്കറയുടെ ബ്രിഡ്ജിൽ ബസ് ഇറങ്ങി. ബസ്സിലുള്ള അതായത് ബസ് ട്രിപ്പ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും കാർ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ കാർ എടുത്ത് വരിക. കാർ എടുത്തിട്ട് നല്ല കുറേ സ്ഥലങ്ങളുണ്ട് ഇറങ്ങി കാണാൻ പറ്റിയ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അപ്പോൾ അതൊക്കെ കാണാം, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം.
നല്ല ക്ലിയർ ഉണ്ടല്ലോ. ഇയാളാണെങ്കിൽ എന്ത് സ്പീഡിലാണ് വിടുന്നത്. മഞ്ഞാണ് കേട്ടിരിക്കുന്നത്. ഏതോ വഴിക്കൂടെ വന്ന അപ്പം ഇനി ഇതേ വഴിക്കൂടെ തന്നെ പോകാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പോകേണ്ട വഴി ഫ്രണ്ടിൽ എന്തായാലും കാണുന്നുണ്ട്. ഈ അറ്റത്തൊക്കെ പോകണ്ടേ. ഒരു റോപ്പ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പം എന്തായാലും ഈ വഴിക്ക് തന്നെ ഇങ്ങനെ പോയി നോക്കാം. എന്തായാലും നല്ല വ്യൂ ആണ് കേട്ടോ. എന്തായാലും റോപ്പ്, അതായത് ഒരു കയറ് വെച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജിലാണ് നടക്കാൻ പോണത്. അപ്പം എന്തായാലും അഡ്വഞ്ചർ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഭയങ്കര സീനാണ്. കുറേ മുള്ളും ചെടികളൊക്കെ ഉള്ളൊരു വഴിക്കൂടിയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ചെറിയ റോഡുണ്ട്, പക്ഷെ ആ റോഡ് നോക്കുന്നില്ല നമ്മൾ. മഴവില്ലുണ്ട് അതിൻ്റെ ഇടയിൽ. നല്ല രസമുള്ള വ്യൂ ആണുള്ളത്. വിഴാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ മുക്കിലീസും പാറൊക്കെ താഴെ ഇറങ്ങി. കാണുന്ന ഈ മലയിൽ വന്ന് ഈ മലയിലോട്ട് നമ്മളൊരു റോപ്പ് ബ്രിഡ്ജ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ വ്യൂ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ റോപ്പ് ബ്രിഡ്ജിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു അപ്പാപ്പനെ ഒരു അമ്മാവനെ കണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇവിടെ ഒഴിവാക്കിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾ വരുന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഫാമിലിനെ വെയിറ്റ് ചെയ്യണം. ഒരവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. കാണണമെങ്കിൽ താഴേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും നല്ല ഒരു പച്ച നിറത്തിലുള്ള വെള്ളവും പിന്നെ കുറേ കുന്നുകളും, അതായത് കടലിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്ലിഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനും. ഇതാണ് റോപ്പ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ്. ഫസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട്, അത് കടന്നു നമ്മൾ കുറേ താഴോട്ട് ഇറങ്ങി കുറേ മേലോട്ട് കയറി. ഇപ്പോൾ ലാസ്റ്റ് നമ്മളിതാ റോപ്പ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് സൈഡിലൂടെ ഞാൻ കാണിച്ചു തരാം, അപ്പോഴേ അതിൻ്റെ ശരിക്കും മനസ്സിലാവുള്ളൂ. ഒരു കയറുകൊണ്ട് ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ് കാണുന്നുണ്ട്. ഇതേപോലെ ഒരു കയറുകൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജ്, അത് കടന്നു പോകണം. ഞങ്ങൾ ഇതിനുള്ള ടിക്കറ്റ് ആദ്യം ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ലൈനിലാണ്, കുറച്ച് സമയം എടുക്കും. അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്ന് കഴിയണം. അപ്പോൾ അത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും കാണിച്ചു തരാം.
മുക്കില് 0.5 ഇട്ടോ നല്ല രസമുണ്ട്. നല്ല താഴോട്ട് നല്ല രീതിയിൽ ആഴമുണ്ട്. അതായത് ഇവിടെ ഉള്ളൊരു മല, അപ്പുറത്ത് വേറൊരു മല, അതൊരു ഐലൻഡാണ്. ആ ഐലൻഡിലോട്ട് നമ്മൾ ഈ റോപ്പ് ബ്രിഡ്ജ് വഴി പോകുക എന്നുള്ളതാണ് ടാസ്ക്. ആ അമ്മൊക്കെ ഇടുന്ന ആടുകയാണ് കേട്ടോ. ഇടയ്ക്ക് കുലുക്കുന്നുണ്ടാ? ഇത് കുലുക്കുന്നുണ്ട ഈ? പാലം കടന്നു കഴിഞ്ഞിട്ടുള്ള സീനറി ആട്ടത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം, കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ അതിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ നിൽക്കുന്നത് കാരിക്കറഡ് ഐലൻഡിലാണ്. ഈ ബ്രിഡ്ജ് റോപ്പ് ബ്രിഡ്ജ്, അങ്ങനെയാണ് സംഭവം. ഇതിൻ്റെ ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാം. ഞങ്ങൾക്ക് 15 പൗണ്ടാണ് ആയത് ഒരാൾക്ക്. താഴോട്ട് നോക്കുമ്പോഴാണ് കേട്ടോ നല്ല പേടിയാവുന്നത് ശരിക്കും. സംഭവം വൺസ് എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന തൂക്കുപാലല്ല എന്തായാലും ഇത് വെറും പക്ക കയറായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ക കയറ്, അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു പലക ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. അടിപൊളി സാധനം. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, വൺസ് ഇൻ എ ലൈഫ്. ഇത് ഇറങ്ങിയിട്ടാണ് നമുക്ക് വരേണ്ടത്, ഈ റോപ്പ് ബ്രിഡ്ജ് നോക്കാൻ വേണ്ടി. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താഴെ നിന്ന് മേലേക്ക് ഇങ്ങനെ കയറി വന്നു. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ മതി, നേരെ താഴോട്ട്. അങ്ങനെയാണ് സംഭവം. ഇത് ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്, ഒരുത്തം കയറി നിൽക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴോട്ടാണ്. എത്രയോ അടി താഴ്ചയാണ് കിട്ടും. ആൾക്കാർ ലൈൻ നിൽക്കുന്ന കണ്ടില്ലേ? ഈ ലൈൻ നിൽക്കുന്നിടത്ത് പരമാവധി ബാക്കിൽ നിൽക്കാൻ നോക്കുക. എന്ന് കഴിഞ്ഞാൽ നമുക്ക് റോപ്പ് ബ്രിഡ്ജിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യേണ്ടി വരും. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ബാക്കിലാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്താക്കാം, കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ എൻട്രൻസ്. അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് ടിക്കറ്റ്. 4:30 ഇവിടെ ക്ലോസ് ആവും ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ വേറെ വഴിക്കൂടെയാണ് വന്നത്, മേലക്കൂടെ എങ്ങനെ എന്തോ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൗണ്ടർ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ കണ്ടിരുന്നു. നമുക്കിവിടെ ആ റോപ്പ് ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇതൊക്കെ കിട്ടും, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റിനാകുമ്പോഴത്തേന് ഇത് കടയൊക്കെ അടച്ചു. കടാന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിചാരിച്ചപ്പം ഇതിൻ്റെ ആ കൗണ്ടർ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തൽക്കാലം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോവാം. പിന്നെ ഇവിടെ നിന്ന് തിരിച്ചുള്ള ബസ് 6:30-നാണ്. ഏറ്റവും അവസാനത്തെ ബസ് 6:30-നാണ്.
ഈ സൈറ്റും 6:30 ക്ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു 5:30 അങ്ങനെന്തോ സമയമായിട്ടുള്ളൂ. ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്ഷീണമുണ്ട് എന്തായാലും. ക്ഷീണം മീൻസ് അത്രയും നടക്കാനും ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, ഇരുന്നിട്ട് ബസ്സിൻ്റെ ടൈം ആകുമ്പോൾ ലാസ്റ്റ് ബസ്സിന് പോകാമെന്നുള്ള നിൽക്കാം.